ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശുമശിഹായുടെ ഈ സ്വാന്തന കൂടാരത്തിലേക്ക് ആദരവോടുകൂടി എല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവം ഓരോരുത്തരെയും തിരഞ്ഞെടുക്കുന്നു. അവർ വലിയ വിശ്വസ്തരാണെന്നുള്ള വിശ്വാസത്തിലാണ്. എന്നാൽ ഒരുപാട് അപൂർണതകളും ബലഹീനതകളും ഉള്ളവരാണ് ഈ വിളിക്കപ്പെട്ട ഓരോരുത്തരും. ആ ബലഹീനതകൾക്കും അപൂർണതകൾക്കും മീതെ ദൈവത്തിൻ്റെ കൃപ വന്ന് അവരെ ബലപ്പെടുത്തുന്നു. പഴയ നിയമത്തിലെ ശൗലിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി കഴിഞ്ഞൊരു സന്ദേശത്തിൽ നമ്മൾ വിചാരിച്ചതാണ്. അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇത്. ഒരു 7 ദിവസക്കാലം ശമൂവേലിനു വേണ്ടി കാത്തിരിക്കാനായിട്ട് കഴിയാതെ പോയ ശൗല് ഏതാണ്ട് ആ 7 ദിവസങ്ങൾ പൂർത്തീകരിച്ചപ്പോൾ ശമൂവേൽ വരുന്നുണ്ട്. കുറച്ച് നേരം കൂടി ഒന്ന് കാത്തിരിക്കാമായിരുന്നു. ജീവിതത്തിൽ ഈ കാത്തിരിപ്പിന് കുറച്ച് സഹിഷ്ണുത ആവശ്യമാണ്. കാത്തിരിക്കാനായിട്ട് ഏറെ ക്ഷമ ആവശ്യമാണ്. ഈ ക്ഷമയാവട്ടെ എവിടുന്ന് കിട്ടുന്ന ക്ഷമ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു മനഃശാസ്ത്രപരവും ദൈവശാസ്ത്രപരവുമായ ഒരു അന്വേഷണത്തിൽ അത് ദൈവത്തിലുള്ള പ്രത്യാശയാണ് ക്ഷമ. തമ്മിൽ കേൾക്കുമ്പോൾ അത്ര ചേർച്ചയൊന്നുമില്ല, എന്നാലും ക്ഷമയെന്ന് പറയുന്നത് ദൈവത്തിലുള്ള അഗാധമായ ഒരു പ്രത്യാശയാണ്. അരുതാത്തതുപോലും സംഭവിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയും പ്രത്യാശയും ഒരു മനുഷ്യനെ ചിലപ്പോൾ എന്തുമാത്രം വലിയ ക്ഷമയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അപ്പോൾ അത്തരമൊരു ക്ഷമ ഒരു തിരഞ്ഞെടുക്കപ്പെട്ടവനെന്ന നിലയിൽ ഈ ഇസ്രായേലിൻ്റെ ആദ്യ രാജാവായ ശൗലിന് വേണ്ടിയിരുന്നു. ശൗൽ രാജാവ് മാത്രമല്ല, ഒരു അഭിഷിക്തൻ കൂടിയാണ്. തൈലം കൊണ്ട് അഭിഷേകം ചെയ്താണ് രാജാവായി സ്വീകരിക്കുന്നത്. അപ്പോൾ ഒരു അഭിഷിക്തന് അവനെ തിരഞ്ഞെടുത്ത ദൈവത്തിലുള്ള വിശ്വാസം അത് തീർത്തും അറിഞ്ഞോ അറിയാതെയൊക്കെ കുറഞ്ഞും ഇല്ലാതായി പോകുമ്പോൾ വന്നു ചേരാവുന്നൊരു വലിയ ദുരന്തം കൂടിയാണ്. ഓൾട്ടർനേറ്റീവ് അന്വേഷിക്കുക എന്ന് പറയും. എളുപ്പമാർഗങ്ങൾ എന്തുണ്ടെന്ന് അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. ഉദാഹരണത്തിന് പഠിച്ച് പരീക്ഷ എഴുതുക എന്ന് പറയുന്നത് ഏത് വിദ്യാർത്ഥിയെ സംബന്ധിച്ചും ഏറെ പ്രയാസമുള്ള കാര്യമാണ്. നല്ല കഠിന അധ്വാനം ആവശ്യമാണ്. കഠിന അധ്വാനം മാത്രമല്ല, എന്തുമാത്രം ഏകാഗ്രതയും ശ്രദ്ധയും അർപ്പണ മനോഭാവം ഒക്കെ വേണം. എന്നാൽ എന്തുമാത്രം എളുപ്പവഴികൾ ഇന്ന് ഓരോരുത്തരും പരീക്ഷയെ നേരിടാനായിട്ട് അതിജീവിക്കാനും ഉയർന്ന മാർക്ക് വാങ്ങിക്കാനും കണ്ടെത്തുന്നുണ്ട്. ഷോർട്ട് കട്ട് എല്ലാ കാലത്തും ഉണ്ടെങ്കിലും ഇക്കൊക്കെ ഈ കാലത്ത്, ആധുനിക കാലത്ത് എന്തെല്ലാം ആൾ മാറി പരീക്ഷ എഴുതി ഡോക്ടറാവാൻ ശ്രമിക്കുന്നു ആളുകൾ. ഒരു പത്രവാർത്ത വേഗം ഓർത്തതാണ്. അപ്പോൾ ഓർത്തන ഓൾട്ടർനേറ്റീവ് അന്വേഷിച്ചു പോകുന്ന ഓരോരുത്തരും അവനവനിൽ വിശ്വസിച്ച, അവനവനെ വിശ്വസ്തനെന്നെണ്ണിയ എന്തൊക്കെയോ ഉത്തരവാദിത്തങ്ങൾ ഭരമേൽപ്പിച്ചു തന്ന ദൈവത്തെ മറന്നു കളയുന്ന അവസ്ഥയെ അനുഭവിക്കുക. ഇവിടെ നിന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് നമ്മളുടെ മനോഭാവത്തെ തന്നെ നമ്മളൊന്ന് വൃത്തിയാക്കി എടുത്തില്ല എങ്കിൽ എന്തൊരു ആപത്താണ്. അബ്രഹാമിന് കുഞ്ഞുണ്ടാവുന്നില്ല. അത് സാറായുടെയും കൂടി ഒരു പ്രശ്നമാണ്, അല്ലേ? സാറായിക്കും കുഞ്ഞുങ്ങളില്ല. എന്നാൽ ദൈവം കൃത്യമായി വാഗ്ദാനം കൊടുത്തിരുന്നു അബ്രഹാമിന്. സ്വാഭാവികമായിട്ടും മക്കളില്ലാത്തതിൻ്റെ ദുഃഖം പേർന്ന സാറായിക്ക് അത് അബ്രഹാമിലൂടെ അറിഞ്ഞിട്ടുണ്ടാവും. ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നിസ്സാരമായ വാഗ്ദാനം അല്ല ദൈവം തന്നിരിക്കുന്നത്. പക്ഷേ എപ്പോൾ അറിയില്ല. പിന്നെയുള്ള ഏക മാർഗം കാത്തിരിക്കുക എന്നുള്ളൂ. ഈ കാത്തിരിപ്പ് മടുത്തിട്ട് സാറ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ഹാഗാറിനെ നിർബന്ധിച്ച് അബ്രഹാമിലേക്ക് എത്തിക്കുകയാണ്. പിന്നീട് പഴയ നിയമ ചരിത്രത്തിലുണ്ടാകുന്ന പൊല്ലാപ്പ് നിസ്സാരമല്ല കേട്ടോ. അത് ദൈവത്തിൻ്റെ പദ്ധതിയാക്കി ആയിക്കോട്ടെ, അതിനെ ഒന്നും ഞാൻ തൊടുന്നില്ല. പക്ഷേ ആ ഒരു സാറായുടെ അടക്കമില്ലായ്മ പിന്നീട് വരുത്തി വെക്കുന്ന പൊല്ലാപ്പ് പരിഹരിക്കാൻ പോലും ആവാത്ത വിധത്തിൽ വഷളായി മാറുന്നുണ്ട്. പിന്നെ മിസ്രൈമിലെ അടിമത്ത ജീവിതം, എങ്ങനെയെങ്കിലും ജനതയെ മോചിപ്പിക്കണം, മോശയുടെ ഉള്ളിലുള്ള വലിയൊരു തീവ്രമായ അഭിലാഷമായിരുന്നു. പക്ഷെ അതിന് ദൈവം ഇടപെടുന്നതുവരെ, ദൈവം തന്നെ വിളിച്ച് ശക്തിപ്പെടുത്തുന്നതുവരെ കാത്തിരിക്കാനായിട്ട് പാവമോശയ്ക്ക് അക്കാലത്ത് ആ യൗവനത്തിൽ, ചോരത്തിളപ്പുള്ള യൗവനത്തിൽ കഴിയാതെ പോയതുകൊണ്ട് ഈ മിസ്രൈമിനെ അടിച്ചു കൊല്ലേണ്ടി വരുന്നുണ്ട്. പിന്നീട് മോശ തൻ്റെ ജീവിതം മുഴുവൻ ഏതാണ്ടത് ഭാരം പോലെ ചുമക്കേണ്ടി വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണല്ലോ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം ദൂരെ നിന്ന് കണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നത്. മോശ
സംതൃപ്തൻ തന്നെയാണ്. എന്നാലും വായിച്ചു പോകുന്ന ഈ ജനത്തെ മുഴുവൻ ഈ 40 വർഷം നയിച്ച് ഈ മനുഷ്യന് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ നമ്മൾ ഓർത്ത് ഒന്ന് പരിതപിക്കുന്നു അല്ലേ. ഇത് നമുക്ക് നയമാനിലേക്ക് എത്തുമ്പോൾ കുഷ്ഠരോഗം മാറാനായിട്ട് പ്രവാചകനിലൂടെ ദൈവം പ്രവർത്തിക്കുകയാണ്. പക്ഷേ യോർദാൻ നദിയിൽ നീ പോയി 7 തവണ മുങ്ങുന്നു വരണമെന്നാണ് പറയുക. 7 തവണയൊക്കെ തന്നെ ഇത് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? ഇനി യോർദാൻ നദിയിൽ തന്നെ പോകണമെന്നുണ്ടോ? ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും പുഴയിലോ കുളത്തിലോ ഒന്ന് മുങ്ങിയാലും പോരെ. അപ്പോൾ ചില കാര്യങ്ങൾ ദൈവം നിശ്ചയിച്ചതനുസരിച്ച് തന്നെ നടപ്പിലാക്കാനായിട്ട് ബാധ്യസ്ഥരല്ലേ നമ്മൾ. ഇനി ചില കാര്യങ്ങൾ തന്നെയല്ല, മുഴുവൻ കാര്യങ്ങളും എന്ന് നമ്മൾ പതിയെ ശീലിച്ചെടുക്കും. അപ്പോൾ ഇതൊന്നും പറ്റാതെ പോകുന്ന ആളുകൾ കണ്ടെത്തുന്ന മറ്റു മാർഗങ്ങൾ എന്തുമാത്രം ആപത്തിലേക്കാണ് എത്തുക. ജെഫ് കെല്ലർ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഒരു പുസ്തകമുണ്ട്, ആറ്റിറ്റ്യൂഡ് ഈസ് എവറിതിങ്. മനോഭാവം അതാണ് എല്ലാം. ഈ മനോഭാവത്തെ ഒന്ന് മാറ്റിമറിക്കാനായിട്ട് കുറച്ച് സയൻറ്റിഫിക്കായ ഒരു പുസ്തകമാണ്, പക്ഷേ ലളിതമാണ്. അപ്പോൾ ആറ്റിറ്റ്യൂഡ് ഈസ് എവറിതിങ്. എൻ്റെയും നിങ്ങളുടെയും മനോഭാവം തന്നെയാണ് നമ്മളുടെ ജീവിതം. ഓരോ ദിവസവും ഉണരുമ്പോൾ നമ്മൾ എന്തുമാത്രം ഒരു പോസിറ്റീവായ വിചാരത്തോടും ഒരു ദൈവവിചാരത്തോടും പ്രാർത്ഥനാ മനോഭാവത്തോടും കൂടിയാണ് ഉണരാനായിട്ട് ദൈവം അവസരം തന്നല്ലോ എന്നുള്ള ഒരു വിശ്വാസം നിറഞ്ഞ വിചാരം പോലുമില്ല. എന്തുമാത്രം ആളുകളാവട്ടെ ഈ ഉറക്കത്തിനിടയിൽ തന്നെ കടന്നുപോയിട്ടുണ്ടാവും. ഇനി ഉണർന്നാൽ തന്നെ എണീക്കാനായിട്ടുള്ള ഒരു ശക്തി ദൈവം കരുതി വെച്ചല്ലോ എന്നുള്ള ഒരു വിശ്വാസവും വിചാരവും ഇല്ലാതെ, അപ്പോൾ തുടക്കം മുതൽ നമ്മുടെ മനോഭാവത്തെ ഒന്ന് തിരുത്തിയാൽ മാത്രമേ ആ മനോഭാവത്തിനകത്തുള്ള മുൻവിധികൾ, എന്തൊരു മുൻവിധികളാണ്, അതുപോലെ ക്ഷോഭം, നമ്മളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളെയും നമുക്കൊന്ന് ഓരോന്ന് തിരിച്ച് കണ്ടെത്തി ഒന്ന് പരിഹരിച്ച് മുമ്പോട്ട് പോകാനായിട്ട് ഈ ഒരു യേശുവിൻ്റെ വചനവും നമ്മളെ സഹായിക്കും. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, മറിച്ച് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 16-ാം തിരുവചനമാണ്. അങ്ങനെ എന്നെ തിരഞ്ഞെടുത്ത എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ച് ചില പദ്ധതികൾ ഇല്ലാതെ വരുമോ? അതൊരു വലിയ വിശ്വാസമാണ്. ആ പദ്ധതികളെ മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് എൻ്റെ ആത്മീയ അനുഷ്ഠാനങ്ങളെല്ലാം, പ്രാർത്ഥനയും നിശബ്ദതയും ധ്യാനവുമൊക്കെ. ഇതൊന്നും ഇനി വേണ്ട എന്നുള്ള ഒരു തിരക്കിനിടയിലേക്ക് ഞാൻ എടുത്തിയാടി എങ്ങോട്ടാണ് പോകുന്നത്? ഓരോ മനുഷ്യനും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണെന്ന് മനസ്സിലാക്കുക. അതാവട്ടെ അവനവൻ്റെ യോഗ്യതയ്ക്കപ്പുറത്ത് ദൈവത്തിൻ്റെ കൃപയാൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. മലയാളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട കുറച്ച് വിവാദമായൊരു നോവലാണ് സക്കറിയായുടെ എന്തുണ്ട് പീലാത്തോസ് വിശേഷം. ഒരു കുഞ്ഞു നോവലാണ് കേട്ടോ, ഒന്ന് വായിച്ചു പോകുന്നത് നല്ലതാണ്. എന്തുണ്ട് വിശേഷം പീലാത്തോസ്. സക്കറിയ അതിനകത്ത് പീലാത്തോസിൻ്റെ വിചാരണവേളയുമായി ബന്ധപ്പെട്ട് ഒരു 4-5 ചോദ്യങ്ങൾ യേശുവിനോട് ചോദിക്കുന്നതായിട്ട് എഴുത്തുകാരൻ്റെ ഭാവനയാൽ എഴുതിയിട്ടുണ്ട്. ചോദ്യങ്ങളെല്ലാം വളരെ പ്രശസ്തമാണ്, വളരെ ആ ഒരു സാഹചര്യത്തോട് ചേരുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് വേദപുസ്തകത്തിൽ ഇല്ലെങ്കിൽ പോലും ന്യായാധിപനായ പീലാത്തോസ് ചോദിച്ചിട്ടുണ്ടാവണമെന്ന് വെറുതെ വിചാരിച്ചു പോവുകയാണ്. ഒന്ന്, എന്തുകൊണ്ടാണ് കഴുതകൾക്ക് തുല്യം വിഡ്ഢികളായ ഈ 12 പേരെ കൂടെ കൂട്ടിയത്? വളരെ ന്യായമായ ചോദ്യമാണ്. ആ ചോദ്യത്തെ തുടർന്ന് ഒന്നിനും യേശു ഉത്തരം കൊടുക്കുന്നില്ല എന്നൊരു വിവേകം എഴുത്തുകാരനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഒന്നിനും യേശുവിന് ഉത്തരവില്ല. അത് വേദപുസ്തകം തരുന്ന പീലാത്തോസിൻ്റെ വിസ്താരത്തിൻ്റെ ആ ഒരു കോടതിയിലും നിശബ്ദനായിരുന്നല്ലോ യേശു. രണ്ടാമത് ചോദിക്കുന്നുണ്ട്, സമർത്ഥരായ അനേകരുണ്ടായിട്ടും അവരെ എന്തുകൊണ്ടാണങ്ങ് പ്രയോജനപ്പെടുത്താതെ പോയത്? ആരെയാണ് പീലാത്തോസ് ഉദ്ദേശിക്കുന്നത് അറിയില്ല. എന്നാലും നമുക്കും അറിയാം ആ നാട്ടിൽ ഈ 12 പേര് മാത്രമൊന്നും അല്ലല്ലോ ഉണ്ട്, സമർത്ഥരായ അനേകർ വേറെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നീ അവരെ പ്രയോജനപ്പെടുത്താതെ പോയത്? മൂന്നാമത്തെ ചോദ്യം കുറച്ചും കൂടി രസകരമാണ്. തൻ്റെ ഇടമില്ലാത്ത ഇവരെ മാത്രം ആശ്രയിച്ചതുകൊണ്ടല്ലേ നിനക്ക് വേണ്ടി വാദിക്കാനായിട്ട് അവർ മുതിരാതെ സ്വയം രക്ഷപ്പെട്ട് ഓടിയത്? വളരെ പ്രസക്തമായ വേദപുസ്തകത്തോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. ഇതിന് യേശുവിന് മറുപടിയൊന്നുമില്ല. സത്യം എന്തെന്ന് ചോദിച്ച് ഭംഗിയായി കൈ കഴുകി മാറിയ ആളാണ് ഈ ചോദ്യമൊക്കെ ചോദിച്ച പീലാത്തോസ്. ഇയാൾക്ക് ഈ ചോദ്യം ചോദിക്കാനായിട്ട് എന്തവകാശമെന്നാണ് നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം. സത്യം എന്താണ്? എന്നിട്ട് അതിന് ഉത്തരം തേടാനോ ആ സത്യത്തിൻ്റെ കൂടെ നിൽക്കാനോ സ്വയം തയ്യാറാകാഞ്ഞൊരു മനുഷ്യനാണ്. ആ മനുഷ്യനാണ് യേശുവിനോട് പറയുക, നീ ഇത്രയും വലിയ മണ്ടനായി മാറിയല്ലോ.
പ്രായോഗിക ബുദ്ധിക്ക് ഒട്ടും ഗ്രഹിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ് ഈ ചോദ്യങ്ങൾ. ശരിയല്ലേ? പ്രായോഗിക ബുദ്ധിയായിട്ട് ചിന്തിക്കുമ്പോൾ യേശു ഇതൊക്കെ മണ്ടത്തരങ്ങളല്ലേ? കുറച്ച് ബലമുള്ള, തൻ്റെ ഇടമുള്ള, കുറച്ചും കൂടി പ്രായോഗിക ബുദ്ധിയുള്ള ആളുകളെയൊക്കെ കണ്ടെത്തി ഈ ചുമതല ഏൽപ്പിച്ചിരുന്നെങ്കിൽ എത്ര ഭംഗിയായിരുന്നു. കഴിവുള്ളവനായ പീലാത്തോസിനെ പോലെ സ്വന്തം രാജ്യം പണിയാനായിട്ട് യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിന് ഉപയോഗിക്കാൻ താല്പര്യമില്ല. അത്തരമൊരു ലക്ഷ്യമോ ഉദ്ദേശമോ ഒന്നും യേശുവിലില്ല. അപ്പോൾ സ്വന്തമായി കർമ്മ പദ്ധതിയും മാസ്റ്റർ പ്ലാനും ഒക്കെയുള്ള ആളുകളെ അല്ല യേശു വിളിക്കുന്നത്. പിന്നെ ഗുരുവിനെ സർവസ്വമായി കരുതി, ഗുരുവാണെല്ലാം, യേശുവാണ് എല്ലാം എന്ന് കരുതി അവനിൽ പരിപൂർണമായി ആശ്രയിക്കുവാനുള്ള കഴിവിലാണ് ക്രിസ്തു ശരിക്കും ശിഷ്യത്വം കണ്ടെത്തുന്നത്. അപ്പോൾ യേശു കണ്ടെത്തുന്ന ശിഷ്യത്വം എന്താണ്? പരിപൂർണമായി അവനവനെ തന്നെ അർപ്പിക്കുക. അപ്പോൾ യേശു പറഞ്ഞല്ലോ അല്ലേ, ഒരുവൻ എന്നെ പിന്നാലെ എങ്ങനെ വരണം? അവനെ തന്നെ പരിത്യജിച്ച് അവൻ്റെ ക്രൂശമെടുത്ത് എൻ്റെ പിന്നാലെ വരിക. അപ്പോൾ പരിപൂർണമായിട്ട് പരിത്യജിച്ച് യേശുവിൻ്റെ പിന്നാലെ എത്തുന്ന ഒരുവനിലൂടെയാണ് യേശു ഉദ്ദേശിക്കുന്ന, വിഭാവനം ചെയ്യുന്ന ശിഷ്യത്വത്തിൻ്റെ ആ ഒരു നിലനിൽപ്പ്. ഇപ്പം ദൈവവിളിയെ നമുക്ക് വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം ആദ്യ അധ്യായത്തെ ആസ്പദമാക്കി ഒരു 4 തരത്തിലൊന്ന് കാണാനായിട്ട് പറ്റും. ഒന്ന്, സ്നാപകയോഹന്നാൻ്റെ സാക്ഷ്യമാണ്. ക്രിസ്തുവിനെ കണ്ടറിഞ്ഞ് ക്രിസ്തുവിനെ സ്വീകരിച്ച് സ്നാപകയോഹന്നാൻ, യേശുവിന് വഴിയൊരുക്കുവാൻ വന്ന സ്നാപകയോഹന്നാൻ. പിന്നീട് തൻ്റെ ശിഷ്യരെ പോലും യേശുവിലേക്ക് കൃത്യമായിട്ട് വഴിതിരിച്ചു വിട്ട യോഹന്നാൻ സ്നാപകൻ കാണിച്ചു തരുന്ന ഒരു മാതൃകയുണ്ട്. ഇത് ദൈവവിളിയുടെ ഒരു പ്രതിഫലനമാണ്, റിഫ്ലക്ഷനാണ്. കൃത്യമായും ഒരു ഇടവക പള്ളിയിലെ ഒരു അച്ഛനെ വേണേ നമുക്ക് ഇതോട് മാതൃകയാക്കി ചേർത്ത് വായിക്കാവുന്നതാണ്. ആ ഇടവകയിലെ ആളുകളെയെല്ലാം യേശുവിലേക്ക് നയിക്കുന്ന വലിയ വിളി കിട്ടിയ ആളാണ് യോഹന്നാൻ സ്നാപകൻ്റെ ഈ മാതൃക. ഇത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ബാധ്യത ആകുന്നൊരു കാര്യമാണ്. ഓരോരുത്തരുടെയും ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാകുന്നൊരു കാര്യം കൂടിയാണ് എന്ത്? യേശുവിലേക്ക് ഓരോരുത്തരെയും എത്തിക്കുക. ഓരോ നേതൃത്വത്തിലിരിക്കുന്ന ആളിൻ്റെയും ഒരു വലിയ ദൈവവിളിയുടെ പ്രത്യുത്തരമാണ് ഇത്, പ്രതികരണവും ആണ് ഇത്. രണ്ടാമത് അന്ത്രയോസ്ലീഹായുടെ ഒരു സാക്ഷ്യമാണ്. എന്താണ് അന്ത്രയോസ്ലീഹായുടെ പ്രത്യേകത? ക്രിസ്തുവിനെ കണ്ടറിഞ്ഞ അന്ത്രയോസ്ലീഹ തൻ്റെ സഹോദരനായ ശെമയോൻ പത്രോസിനെ യേശുവിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ കാത്തിരുന്ന രക്ഷകനായ യേശുവിനെ കണ്ടെത്തിയെന്നുള്ള ഒരു ആഹ്വാനത്തോടുകൂടി ശെമയോൻ പത്രോസിനെ ശരിക്കും പറഞ്ഞാൽ അന്ത്രയോസാണ് യേശുവിലേക്ക് എത്തിക്കുന്നത്. ഇതെല്ലാം 4-ാം സുവിശേഷത്തിൻ്റെ ആദ്യ അധ്യായത്തിൽ നിന്ന് നമുക്ക് വായിക്കാം. അതിനെ നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഡീപ്പായി പരിശോധിച്ച് പോയാൽ കുടുംബ ബന്ധങ്ങൾക്കകത്ത് ഇത്തരമൊരു യേശു അനുയാത്ര ആവശ്യമാണ്. ഒരാൾ എത്തിച്ചേരുന്ന ആത്മീയ അനുഭവത്തിലേക്ക് സഹോദരനെ എത്തിക്കുവാനായിട്ടുള്ള, കുടുംബത്തെ എത്തിക്കുവാനായിട്ടുള്ള ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. കുഞ്ഞുങ്ങളെപ്പോലും നമ്മൾ യേശുവിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നവരാണോ അല്ലയോ? അങ്ങനെ ചോദ്യമൊക്കെ ചോദിച്ചാൽ പ്രയാസമാണ്. ഓൺലൈനിലൂടെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നടക്കുന്ന ഈ കാലത്ത്, എന്നാൽ സൺഡേ സ്കൂള് വേദപഠനത്തിനായും നല്ല അവസരങ്ങൾ, മികച്ച അവസരങ്ങൾ മികവുറ്റ വിധത്തിൽ ക്രമീകരിക്കുമ്പോൾ പോലും നമ്മൾ അതിനോട് പുലർത്തുന്ന നിസ്സംഗതയുണ്ട്. ഇതിലൊന്നും ഇല്ലേലും സാരമില്ല. കുഞ്ഞുങ്ങൾക്കൊക്കെ ആവശ്യത്തിലധികം വിവേകവും ബുദ്ധിയും ഒക്കെ ജ്ഞാനവും ഒക്കെ ഉണ്ട്. അവർ വളർന്നോളൂ എന്നാണ് നമ്മുടെ ഒരു പറച്ചിൽ. ഓർത്ത് നോക്കിക്കേ, ദൈവത്തിങ്കിലേക്ക് വേഗം എത്തിച്ചേരേണ്ട കുഞ്ഞുങ്ങളെപ്പോലും ബോധപൂർവമോ അല്ലാതെയോ മുതിർന്നവർ തടയുന്നുണ്ട്. യേശുവിൻ്റെ തന്നെ ഒരു വചനമില്ലേ, പൈതങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടയരുത്. ആരോടാണ് യേശു ഇത് പറയുന്നത്? മുതിർന്നവരായ നമ്മൾ ഓരോരുത്തരോടുമാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ തടയുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട്, സ്ത്രീകളെ തടയുന്ന അനുഭവമുണ്ട്. ഓരോ വിധത്തിൽ യേശുവിലേക്ക് എത്താനായിട്ട് സാധ്യതയുള്ള ഓരോരുത്തരെയും ആരെല്ലാമോ ചേർന്ന് പിന്തിരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അന്ത്രയോസ്ലീഹ നൽകുന്ന വലിയൊരു സാക്ഷ്യം അതാണ്.
ഒരു കുടുംബത്തിലുള്ളവരെയും യേശുവിലേക്ക് എത്തി. ഇങ്ങനെ വിളി കിട്ടിയവരാണ് ഓരോരുത്തരും. അത് യോഹന്നാൻ സ്നാപകൻ്റെ വിളിയാവാം, അന്ത്രയോസ് ശ്ലീഹ തരുന്ന സാക്ഷ്യം ഒരു മാതൃകയാക്കിയാവാം. മൂന്നാമത് നമുക്കിതിൽ നിന്ന് എടുക്കാവുന്നത് ഫിലിപ്പോസ് ശ്ലീഹായാണ്. ഫിലിപ്പോസ് ശ്ലീഹ യേശുവിനെ കണ്ടു, മനസ്സിലാക്കി, യേശുവിനെ ഉള്ളിൽ സ്വീകരിച്ച ആളാണ്. അവിടെ കൊണ്ട് കാര്യങ്ങൾ നിൽക്കുന്നില്ല. പിന്നെയോ സ്വന്തം നാട്ടുകാരനും കൂട്ടുകാരനുമായ നഥാനിയേലിലേക്ക് ഫിലിപ്പോസ് എത്തുകയാണ്. അപ്പോൾ അവിടെ സാഹോദര്യം മാത്രമല്ല, സൗഹൃദത്തിനും ഒരു സ്പേസ് ഉണ്ടാവും. സൗഹൃദം പോലും നമ്മളെ ആത്യന്തികമായി എങ്ങനെയാണ് സഹായിക്കേണ്ടത്? ഒരു യേശു സാന്നിധ്യ ബോധത്തിലേക്ക് നയിച്ചുകൊണ്ടായിരിക്കണം. ഭൂമിയിലെ നമ്മുടെ സൗഹൃദങ്ങളെയൊക്കെ വെറുതെ ഒന്ന് പരിശോധിച്ചാലോ, ഈ സൗഹൃദങ്ങൾക്കകത്ത് എവിടെയെങ്കിലും ഇത്തിരി സ്പേസ് യേശുവിനുണ്ടോ? ഒരാത്മീയ വിചാരങ്ങൾ, വർത്തമാനങ്ങൾ കൈമാറുന്ന സൗഹൃദ കൂട്ടായ്മകൾ ഇന്നുണ്ടോ? നമ്മുടെ എല്ലാം, അത് ഓൺലൈനായാലും ഓഫ്ലൈനായാലും, അത് ഉറക്കെ പറയാനാവാത്ത കാര്യങ്ങൾ ഏറ്റവും രഹസ്യമായി മന്ത്രിക്കുന്ന ഇടങ്ങളായിട്ട് മാറുന്നില്ലേ? അപ്പോൾ അതിൻ്റെ ഒരു കുലീനതയാണ് എങ്ങനെയൊന്ന് നഷ്ടപ്പെട്ടത്. അപ്പോൾ അതൊന്ന് മാറ്റി മറയ്ക്കാനായിട്ട് നമുക്ക് ഫിലിപ്പോസ് ശ്ലീഹ തരുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ്. അയാൾ എത്ര വേഗമാണ് താൻ കണ്ടെത്തിയ ആ യേശുവിലേക്ക് നഥാനിയേൽ എന്ന തൻ്റെ സ്നേഹിതനെ, നാട്ടുകാരൻ കൂടിയായ സ്നേഹിതനെ എത്തിക്കാനായിട്ട് കാണിക്കുന്ന ഉത്സാഹം. തീർച്ചയായിട്ടും ഈ സാക്ഷ്യത്തിന് ഒടുവിൽ ഈ നഥാനിയേലിൻ്റെ കുറിച്ച് തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നഥാനിയേൽ പ്രതി യേശുവിൻ്റെ അരികിലേക്ക് വരുമ്പോൾ യേശുവിൻ്റെ പ്രതികരണമുണ്ട്. അത് ഈ 4-ാം സുവിശേഷത്തിൻ്റെ ആദ്യ അധ്യായത്തിൽ നമുക്ക് വായിച്ചു കിട്ടുന്നുണ്ട്. നിന്നെ എനിക്കറിയാം, അത്തിമരത്തിൻ്റെ ചുവട്ടിലായിരുന്ന കാലത്ത് ഞാൻ നിന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അതൊരു വലിയൊരു കാര്യമാണ്. അത്തിമരത്തിൻ്റെ ചുവട്ടിലായിരുന്ന കാലത്ത് നഥാനിയേലിനെ താൻ കണ്ടിരുന്നതായി യേശു പറയുന്നൊരു സാക്ഷ്യമുണ്ട്. ആ യഹൂദ പശ്ചാത്തലത്തിൽ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ റബിമാരിയ്ക്കുകയും ശിഷ്യരെ അവിടെ വിളിച്ചിരുത്തുകയും വേദഗ്രന്ഥം വായിക്കുകയും ധ്യാനിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്ന ഒരു പതിവുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി അത്തിമരത്തിൻ്റെ ചുവടും തണലും വിനിയോഗിച്ചിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ നഥാനിയേൽ വേദം വായിക്കാനായിട്ട് ഈ അത്തിമരച്ചോട് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള വ്യക്തിപരമായ ഒരു പ്രാർത്ഥനാനുഭവം ജീവിതത്തിൽ നിലനിർത്തുന്നുണ്ടോ? വേദപുസ്തകം വായിക്കുന്നുണ്ടോ എന്ന് ഏറ്റവും ലളിതമായി സ്ട്രെയിറ്റ് ആയിട്ട് ചോദിച്ചാൽ എന്തിനാണ്, എന്ത് പ്രയോജനമാണ് എന്നും ചിലർ ഡയറക്റ്റായിട്ടും അല്ലാതെ മറുപടി പറയും. പിന്നെ അത്ര നിർബന്ധമാണെങ്കിൽ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന വിധത്തിൽ വായിച്ച് തീർക്കുന്നുണ്ട്. അവനവന് വേണ്ടി എല്ലാ ദിവസവും അല്പമെങ്കിലും തിരുവചനം വായിക്കാനായിട്ട്, വിശേഷിച്ച് യേശുവിൻ്റെ സുവിശേഷത്തിലേക്കൊന്ന് എത്തിച്ചേരാനായിട്ട് സന്നദ്ധരാകുന്നുണ്ട് നമ്മൾ. അപ്പോൾ വചനത്തിൻ്റെ യാതൊരു ബലപ്പെടുത്തലുമില്ലാതെയുള്ള നമ്മൾ ഓരോരുത്തരുടെ ജീവിതം, അത് ആത്മീയ ജീവിതമാണോ? സംശയമാണ്. പൊതുവേ എല്ലാവരും യേശുനാമം പേറുന്നവരാണ്. ക്രിസ്ത്യാനി എന്ന ആ പൊതു തലക്കെട്ടിൻ്റെ താഴെ തന്നെയാണ് എല്ലാവരും. പക്ഷേ അതിനപ്പുറത്ത് എന്തുമാത്രം യേശുവുമായി ബന്ധപ്പെട്ട് ഒരു പൊതുവായ കാര്യങ്ങൾ നമ്മളിലുണ്ട്. യേശുവുമായി ബന്ധപ്പെട്ട് എന്തുണ്ട്? അപ്പോൾ നാമമാത്ര ക്രൈസ്തവരായി തുടരാതെ, അവശേഷിക്കാതെ കുറച്ച് ക്രിസ്തു മൂല്യങ്ങൾ, ക്രിസ്തു ബോധങ്ങൾ ഓരോരുത്തരുടെയും ചെറിയ ജീവിതത്തിൽ ആരംഭിച്ച് തുടങ്ങേണ്ടത് വളരെ വൈകിട്ടുണ്ട് കേട്ടോ. അതിനുവേണ്ടി നമുക്കൊന്ന് പരിശ്രമിക്കണം. അപ്പോൾ ക്രിസ്തു ഭക്തരുടെ എണ്ണം കൂടുന്ന ഒരു കാലത്ത് നമുക്ക് എണ്ണം കുറയുന്നത് ക്രിസ്തു ശിഷ്യരുടേതാണെന്ന് തിരിച്ചറിയണം. ക്രിസ്തു ഭക്തരെ കൊണ്ട് ഭൂമി നിറയുന്നുണ്ട്. ഭൂമി മാത്രമല്ല, ഈ കോവിഡിന് മുമ്പ് ദേവാലയങ്ങളും നിറഞ്ഞിരുന്നു. എന്നാൽ ക്രിസ്തു ശിഷ്യരെന്ന് പറയാനായിട്ട് വളരെ എണ്ണം കുറവാണ്. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൻ്റെ പ്രാരംഭ അധ്യായത്തെ ആസ്പദമാക്കി ദൈവവിളിയുടെ 4 നല്ല സാക്ഷ്യങ്ങളും മാതൃകകളും നമ്മളിപ്പോൾ കണ്ടു. യേശുവിൻ്റെ പ്രതികരണം എന്താണ്? തൻ്റെ പിന്നാലെ വന്നവരോട് യേശു ചോദിക്കുന്നത് നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്നാണ്. അതൊരു ചെറിയ ചോദ്യമോ നിസ്സാരമായ ചോദ്യമോ അല്ല. നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? അങ്ങനെയൊരു ചോദ്യം ചോദിച്ചാൽ
ഓരോരുത്തർക്കും ഭൗതികമായ വിധത്തിൽ 1000 കാര്യങ്ങൾ നിരത്തി പറയാനുണ്ടാവും. എന്നാൽ അതിനുമപ്പുറത്ത് ആത്മീയമായി യേശുവിനെ കിട്ടാനാണ് ഞാൻ നടത്തുന്ന അന്വേഷണത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയാനായിട്ട് എത്ര ആളുകൾക്ക് സാധിക്കും? യഹൂദരിങ്ങനെ ഗുരുക്കന്മാരെ അന്വേഷിച്ചിരുന്നൊരു സമൂഹമാണ്. ഓരോരോ കാര്യങ്ങൾക്ക് ഉത്തരം തേടി ഗുരുക്കന്മാരെ തേടി ചെല്ലുന്ന ഒരു രീതി അവർക്കിടയിലുണ്ട്. യേശുവിൻ്റെ അടുത്ത് തന്നെ സുപ്രധാനമായ ചില അന്വേഷണങ്ങളുമായിട്ട് ആളുകൾ വരുന്നുണ്ട്. പരീശന്മാർക്കിടയിൽ ഒരു നിയമജ്ഞൻ ചോദിക്കുന്നുണ്ട് യേശുവിൻ്റെ അടുത്ത്, സുപ്രധാനമായ കൽപ്പന ഏതാണ്? വിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ അത്തരം ചില അന്വേഷണങ്ങളുമായിട്ട് വരുന്ന ഒരാളെ കണ്ടെത്തുന്നുണ്ട്. മറ്റൊരു സന്ദർഭത്തിൽ അത്ഭുതകരമായ ഒരു അടയാളം കാണിക്കാനായിട്ട് യേശുവിനോട് ആവശ്യപ്പെടുന്നുണ്ട്. അതും മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ വായിക്കുക. അതും പരീശന്മാരിൽ ചിലർ അവനോട്, ഗുരു, നിന്നിൽ നിന്ന് ഒരു അടയാളം കാണുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വീണ്ടും നമുക്ക് സുവിശേഷങ്ങൾ പരിശോധിച്ചാൽ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 6-ാം അധ്യായം 15-ാം അധ്യായത്തിൽ ഒരു വിമോചനം ആഗ്രഹിച്ച്, അടിമത്തത്തിൽ നിന്നുള്ള വിമോചനം ആഗ്രഹിച്ച്, അതായത് റോമ സാമ്രാജ്യത്തിൻ്റെ അടിമത്തത്തിൽ നിന്നുള്ള ഒരു വിമോചനം യഹൂദർ ആഗ്രഹിച്ചിട്ട്, യഹൂദർക്കിടയിലെ ഒരാളെന്ന നിലയിലും ആ നാട്ടിൽ അത്യാവശ്യം പോപ്പുലറായി വരുന്ന ഒരാളെന്ന നിലയിൽ യേശുവിനെ തങ്ങളുടെ രാജാവാക്കാനായിട്ട് അവർ ബലപ്രയോഗത്താൽ പരിശ്രമിച്ചതായിട്ട് സൂചനയുണ്ട് 4-ാം സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായത്തിനകത്ത്. അപ്പോൾ ഇങ്ങനെയെല്ലാം ഓരോരോ ആവശ്യങ്ങൾക്കായിട്ട് ഗുരുക്കന്മാരെ സമീപിക്കുന്ന, അല്ലെങ്കിൽ യേശുവിനെ സമീപിക്കുന്ന ആളുകൾ നിലനിൽക്കെ യേശു ഓരോരുത്തരോടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? ഓരോരുത്തരുടെയും ലക്ഷ്യമെന്താണ്? ചിലർ കൗതുകം കൊണ്ട്, മറ്റു ചിലർ ചില ജിജ്ഞാസ കൊണ്ട്, ചിലർ ഭൗതിക നേട്ടങ്ങൾ ആഗ്രഹിച്ചിട്ട്. എന്താണ് ഓരോരുത്തരുടെയും ഉള്ളിലിരിപ്പ്? അതറിയാനായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട്. അത് ആഗ്രഹം മാത്രമല്ല, യേശുവിൻ്റെ ഒരു അവകാശം കൂടിയാണ്. സകലരോടും അതുകൊണ്ട് യേശു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് എന്നെ അന്വേഷിക്കുന്നത്? ഈ ഒരു ചോദ്യത്തിന് ഒരു ഉചിതമായ ഉത്തരം കൊടുക്കാനായിട്ട് നമ്മൾ ഇക്കാലം വരെ ജീവിച്ചിട്ട് പ്രാപ്തരായിട്ടുണ്ടോ? ഒന്ന് നമ്മളെ തന്നെ സജ്ജരാക്കിയിട്ടുണ്ട്. നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിക്കുന്നതെന്ന യേശുവിൻ്റെ മർമ്മപ്രധാനമായ ചോദ്യത്തോട് നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നത്? പൂർണ്ണമായും ഞാൻ നിന്നെ തന്നെ കിട്ടാനായിട്ട് അന്വേഷിക്കുന്നു, അങ്ങനെയൊന്ന് പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും പ്രാരംഭ ശിഷ്യന്മാരുടെ പ്രത്യുത്തരം വളരെ മനോഹരമായിരുന്നു. ക്ലാസ്സായ മറുപടിയായിരുന്നു. എന്തായിരുന്നു? നീ വസിക്കുന്നത് എവിടെയാണ്? അപ്പോൾ യേശു വസിക്കുന്ന ഇടം കാണാനായിട്ട് ആ ശിഷ്യന്മാർ ആഗ്രഹം പ്രകടിപ്പിച്ചു. യേശുവിൻ്റെ ഉത്തരമാവട്ടെ അതിനും മീതെ വരുന്നതായിരുന്നു, വന്നു കാണുക. അത് വെറുതെ പറഞ്ഞ് അറിയാനും പറഞ്ഞ് അറിയിക്കാനുമുള്ളതല്ല, വന്ന് കാണാനും നേരിട്ട് അനുഭവിപ്പാനുമുള്ളതാണ്. അതുകൊണ്ട് വന്ന് കാണാം. അത്തരം ഒരു ക്ഷണം മുഴങ്ങുന്നുണ്ട് യേശുവിൻ്റെ ഈ ചോദ്യത്തോട് തുടർന്ന്. അതുകൊണ്ട് തന്നെ എന്തിനാണ് യേശുവിനെ അന്വേഷിക്കുന്നത് എന്നതിന് കുറച്ചുകൂടി വ്യക്തമായ, കുറച്ചുകൂടി മനോഹരമായ, ആഴമുള്ള, അർത്ഥമുള്ള, കുലീനമായ മറുപടികൾ കണ്ടെത്തിയേ മതിയാവും. ഒപ്പം വന്നു കാണാനായിട്ട് ക്ഷണിച്ചാൽ കൂടെ പോകാനായിട്ട് സന്നദ്ധതയുണ്ടാവണം, ധൈര്യമുണ്ടാവണം, സമർപ്പണ മനോഭാവം ഉണ്ടാവണം. ദൈവത്തിൻ്റെ വിളിയാണ് ഇത്. ഈ വിളി നമ്മളിൽ വലിയ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് വിളിച്ചവനെ ഇനിയും വേദനിപ്പിക്കാതിരിക്കാനായിട്ട്, വിളിച്ചു പോയല്ലോ എന്നോർത്ത് സ്വയം ഖേദിക്കാതിരിക്കാനായിട്ട്, വിളിച്ച വിളിക്ക് യോഗ്യമായ വിധത്തിൽ ഫലം പുറപ്പെടുവിപ്പാനായിട്ട് ഓരോരുത്തരും വൈകിയ വേളയിൽ തിരിച്ചറിവോടും ഏകാഗ്രതയോടും കൂടി ഒരുങ്ങേണ്ടത് എത്രയോ വലിയ കാര്യമാണ്. ആയതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാവരെയും സജ്ജരാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആമേൻ.